ഹായ്, ഗുഡ് മോർണിംഗ് ചക്കര മക്കളെ. ഹായ്. നമ്മളെ ക്യാമറയ്ക്ക് ഉണ്ട് ഒരു മങ്ങൽ. അവിടെ നമ്മളെ അമ്മേൻ്റെ അടുത്തേക്ക് പോകാട്ടോ. നമ്മുടെ ഉണ്ണേട്ടനില്ല, സുന്ദരനും സുന്ദരനുമായിട്ട് പാരലില്ല. ഹായ് പറയും. നല്ലോ ഹായ് പറയും. ഉണ്ണേട്ടൻ്റെ ഷർട്ട് തൂക്കിട്ട് ഹായ്. ഇനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് ചേച്ചി ലൈവിലൊക്കെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളെ ഡെക്സ ബേബിൻ്റെ സങ്കടം കണ്ടോ? ഞാൻ പോണ സങ്കടം. ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ണിയക്ക് രാവിലെ. ഇല്ലേ ചോറന്നില്ലേ? നമ്മ പോട്ടെ. നമ്മുടെ ചപ്പലയുടെ നമുക്ക് ചപ്പലൊന്ന് ഇട്ടാലോ? ഉണ്ടോ? ചേച്ചിനെ കാണാണ്ട്, ചേച്ചിനെ മറന്നു പോകരുത് കേട്ടോ. എൻ്റെ കണ്ണന്മാരൊന്നും മറന്നു പോകരുത്. ചേച്ചി വരെ ഇന്നലെയൊക്കെ ഭയങ്കര സങ്കടം. അമ്മേൻ്റെ ഓപ്പറേഷൻ ഡേറ്റൊക്കെ ഉറപ്പിച്ചിട്ട് ആ ടെൻഷനിലൊക്കെയാണ്. ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് ഓർമ്മയ്ക്കായി, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇന്ന് വാർഡിലേക്ക് ആക്കുമ്പോഴായിരിക്കും. ഇപ്പോഴൊന്നും ഞാൻ എൻ്റെ അമ്മനെ കാണിക്കൂല കേട്ടോ. ചക്കര ഉണ്ണേളാട്ടോ. ബൈ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പുറത്താണ്. അമ്മ ഐസിയുലാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ഡിസ്ചാർജ് ഉണ്ടാകാൻ മതിയാവും. ഇപ്പോൾ ഏച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഹാളിൽ. ഇവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ പോലെ ഉണ്ട്. ഇതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ എനിക്കൊരു അമ്പലം പോലെ കേട്ടോ തോന്നുന്നു. എൻ്റെ അമ്മയ്ക്ക് അത്രയും വയ്യാതെ വന്ന്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉണ്ണിയേട്ടന് ഭയങ്കരമായിട്ട് വയ്യായി വന്നിട്ടും ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് വയ്യാതെയായിട്ട് ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളൊരു അമ്പലമാണ് ഈ ഹോസ്പിറ്റൽ. എനിക്ക് ഈ ഹോസ്പിറ്റൽ ഞാൻ ഇവിടുന്ന് ബസ്സിലൊക്കെ പോകുമ്പോൾ ബേബി മെമ്മോറിയൽ കാണുമ്പോൾ ഞാൻ എൻ്റെ സ്വർണ്ണേച്ചിയിലൊക്കെ പറയും, എനിക്കിത് നമ്മുടെ ഒരു അമ്പലം പോലെ തോന്നുക. എൻ്റെ ഉണ്ണിയേട്ടന് തീരെ വയ്യാതെ പോയി. മഞ്ഞപ്പിത്തം വന്നിട്ട് ഇവിടെ നിന്നാണ് രക്ഷപ്പെട്ടത്. ബായ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ നേരിട്ട് കാണാം കേട്ടോ ചേച്ചി.